ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മമ്മൂക്ക, വേദിയിലുള്ള മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, നമുക്ക് ഈ ചടങ്ങ് അവസാനം വരെ വളരെ അച്ചടക്കത്തോടുകൂടി നടത്തി തീർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് സഹകരിക്കണം. ഈ ബഹുമാന്യരെ, ഏതാണ്ട് 12,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുത്ത 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ നടന്നിട്ടുള്ള ഈ മത്സരങ്ങൾ ഇന്നിവിടെ സമാപിക്കുകയാണ്. ഇതിൻ്റെ സ്വർണ്ണക്കപ്പ് കൊടുക്കുന്നതിന് ആര് വേണമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടഭിപ്രായമില്ലായിരുന്നു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ മമ്മൂട്ടി തന്നെ കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ആ തീരുമാനം അദ്ദേഹത്തിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോഴും ഒരു ഷൂട്ടിങ്ങിലാണ്. അദ്ദേഹത്തിന് ഒരു ദിവസം ഷൂട്ടിംഗ് മുടക്കിയാൽ ഒരുപാട് സഹപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വരാൻ പ്രയാസമാണ്, അടുത്ത പ്രാവശ്യം വരാം എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, മമ്മൂക്കയ്ക്ക് മാത്രം തീരുമാനമെടുക്കാൻ പറ്റില്ല. കാരണം മമ്മൂക്ക കേരളത്തിൻ്റെ സ്വത്താണ്, പൊതുസ്വത്താണ്, ഞങ്ങളുടെ സ്വത്താണ്. അതുകൊണ്ട് ഞങ്ങളും കൂടെ തീരുമാനിക്കും എന്ന് പറഞ്ഞു. അവസാനം നമ്മുടെ അപേക്ഷയ്ക്കും അഭ്യർത്ഥനയ്ക്കും കീഴടങ്ങിയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. സ്വർണ്ണക്കപ്പ് കൊടുക്കുന്നവർ അദ്ദേഹം ഉണ്ടാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, സമാപന സമ്മേളനത്തിന് മുമ്പ് തന്നെ എല്ലാ മത്സരങ്ങളും പ്രഖ്യാപിച്ചു. ഇത് ചരിത്രമാണ്. ആ ചരിത്രം കൊല്ലത്തിന് മാത്രം ഉള്ളതാണ്. 1. 2, 239 ഇനങ്ങളിൽ മത്സരം നടന്നു. ഒന്നിനു പോലും പരാതിയില്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. 3, ഏതൊരു കലോത്സവവും കൃത്യസമയത്ത് നടത്തുക എന്നുള്ളതാണ്. 24 വേദികളിലും കൃത്യം 9:30 ആരംഭിച്ചു. സമാപന സമ്മേളനം 5 മണി എന്ന് പറഞ്ഞ് കൃത്യം 5 മണിക്ക് ഇതിനെ ആരംഭിച്ച്, അതും കൊല്ലത്തിന് മാത്രമുള്ള പ്രത്യേകതയാണെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം, ഈ സമ്മാനാർഹരായിട്ടുള്ള ഗ്രേഡ് വാങ്ങുന്ന കുട്ടികൾക്ക് 1000 രൂപ വെച്ചാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അടുത്ത വർഷം മുതൽ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, പഴയ ഒരു മാനുവൽ അനുസരിച്ചാണ് ഇവിടെ മത്സരം നടക്കുന്നത്. മാനുവലിൻ്റെ പരിഷ്കാരം നടത്തുകയും പുതിയ മാനുവൽ അനുസരിച്ചായിരിക്കും അടുത്ത വർഷം മത്സരം നടക്കുന്നതെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു കാര്യം കൂടി, 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വട്ടപ്പാട്ടിൽ എ ഗ്രേഡ് നേടിയ എറണാകുളം തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി, നിങ്ങൾ ശ്രദ്ധിക്കണം, മുഹമ്മദ് ഫൈസിൽ മത്സരത്തിൽ പങ്കെടുത്ത് മടങ്ങവേ ട്രെയിനിൽ വെച്ച് അപകടം സംഭവിച്ചു. ഇടതുകാലിൻ്റെ തള്ളവിരൽ മുറിച്ചു മാറ്റുകയും വലതുകാലിൻ്റെ ഇരുവിരലുകളും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത മുഹമ്മദ് ഫൈസിൽ എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മുഹമ്മദ് ഫൈസലിൻ്റെ പിതാവിനോട് ഞാനും ധനകാര്യ വകുപ്പ് മന്ത്രി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് 50,000 രൂപ അനുവദിച്ചതായി ഞാനിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളോട് താഴ്മയെ അപേക്ഷിക്കാനുള്ളത്, സഹകരിക്കണം. തള്ളും തിരക്കും ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് ദയവ് ചെയ്ത് ഒന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.